ഹായ്, നമ്മളിന്ന് ചാരിറ്റബിൾ ഓർഗനൈസേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് ട്രസ്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ സംശയമാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത് എങ്ങനെയൊക്കെ ഫോം ചെയ്യും, എന്തൊക്കെയാണ് ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനുകളൊക്കെ ചെയ്യാനായിട്ടുള്ളത്, ഈ ട്രസ്റ്റിൻ്റെ എക്സംഷനൊക്കെ എങ്ങനെയാണ് ലഭിക്കുക. ഇങ്ങനെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, നമ്മുടെയൊക്കെ പ്രളയത്തിനൊക്കെ ശേഷം ഒരുപാട് ആളുകൾ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഒരു സംശയമാണ് ട്രസ്റ്റ് എങ്ങനെ ഫോം ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. എൻ്റെ കൂടെയുള്ളത് അഞ്ജലി കൃഷ്ണയാണ്, നമ്മുടെ ആർട്ടിക്കിളാണ് അഞ്ജലി. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കിടക്കാം. സാർ, ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന ഒരു പേരാണ് ട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു കോമൺ മാൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ട്രസ്റ്റ്? ഈ ട്രസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ ഫണ്ട്, ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വേറൊരാൾക്ക് ഇതിനെ ഏൽപ്പിക്കുന്നു, ഈ പൈസ ഏൽപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ചെലവാക്കണം എന്നർത്ഥം. ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ച് ടെക്നിക്കലായിട്ട് തോന്നാം. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടില്ല, അതായത് ഇപ്പോൾ മാത്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് മുമ്പത്തെ എപ്പോഴും ഒരു അധ്യാപകൻ ഒരു ഫണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആനുവലി ചിലപ്പോൾ ഒരു 5000 രൂപ മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ട്രസ്റ്റാണ്. ശരിക്കും ഒരു ട്രസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നത്. അതായത് മുമ്പ് എപ്പോഴോ ചിലപ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ മുമ്പത്തെ ഒരു മാഷ് ഒരു 1,00,000 രൂപ മുമ്പ് എപ്പോഴോ ആളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6% ഉണ്ടെന്നായിരിക്കും, ഇപ്പോൾ ഒരു 6000 രൂപ ഒരു വർഷം കിട്ടുന്നു ഈ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് സ്കൂളിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇത് ആർക്കാണോ ആ വർഷം ഏറ്റവും കൂടുതൽ മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ആ കുട്ടിക്ക് ഈ 6000 രൂപ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രസ്റ്റ്, ഇതൊരു ആക്ച്വലി ഒരു ട്രസ്റ്റാണത്. അപ്പോൾ ഇവിടെ ട്രസ്റ്റിൽ എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന് പറയുന്നത് സെറ്റിലർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഈ മാഷാണ് ഇതിൽ സെറ്റിലർ ആയിട്ടുള്ളത്. അപ്പോൾ മാഷ് സെറ്റിലറാണ്. ദെൻ ട്രസ്റ്റി എന്ന് പറയുന്നത് സ്കൂളാണ്. കാരണം മാഷിന് വേണ്ടിയിട്ട് ഈ സ്കൂളാണ് ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്, ഏത് കുട്ടിക്കാണോ നല്ല മാർക്ക് കിട്ടുന്നത് ആ കുട്ടിയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് ട്രസ്റ്റാണ്. അപ്പോൾ അവിടെ ഒരു സെറ്റിലർ ഉണ്ടായിരിക്കണം, ദെൻ ഒരു ട്രസ്റ്റി ഉണ്ട്, ദെൻ ഒരു ബെനിഫിഷ്യറീസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ്, ഇതാണ് ഒരു ട്രസ്റ്റിൻ്റെ ഒരു സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കൊറോണയ്ക്കൊക്കെ ശേഷം സാറ് പറഞ്ഞ പോലെ തന്നെ കുറേയധികം ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ അലുമിനി ഗ്രൂപ്പ്സ് ഒക്കെ വഴിയിട്ട് കുറേയധികം ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണോ? അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വല്ലപ്പോഴൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നല്ല. അതായത് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ് മരിച്ചു പോയി, അങ്ങനെയൊക്കെയുള്ള കേസുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ള കാരണം വളരെ ഈസിയാണ് ഫണ്ട് റേസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഫണ്ട് റേസ് ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കും. അതായത് ഇത് ഒരു മാസം ചെയ്യുന്നു, അടുത്ത മാസം ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഇതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്കൊരു ഈ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും ഇതിൻ്റെ ബെനിഫിഷ്യറി ഉണ്ടല്ലോ, നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ഇതിന് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടെങ്കിലും ഇത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇൻകം ടാക്സിൻ്റെ ആംഗിളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇതൊന്നും ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരാൾ രജിസ്ട്രേഷൻ എടുക്കണം, അങ്ങനെ ഒരു ആംഗിളിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മൾ ആക്ച്വലി നമുക്കൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറയില്ലേ, ഇതിന് ആക്ച്വലി പല ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ വളരെ കോമൺലി നമ്മൾ അറിയുന്ന ഒരു ഫോർമാറ്റാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്കുന്നത് നമ്മളൊരു ട്രാവൻകൂർ കൊച്ചിൻ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ, ആ ഒരു പർട്ടിക്കുലർ ആക്ട് പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം.
വേറൊരു ഫോർമാറ്റാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് പറയുന്നത് ഇപ്പം ഈ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 8 കമ്പനികളൊക്കെ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ ഫൗണ്ടേഷൻസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിക്കവാറും ഈ സെക്ഷൻ 8 കമ്പനി ആയിട്ടായിരിക്കാം രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ഈസിയസ്റ്റ് ഫോർമാറ്റ് ഉണ്ടല്ലോ, ഏറ്റവും സിമ്പിൾ എന്നുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 7 പേരൊക്കെ വേണം. ഇനി ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 പേര് മതി. ഇനിയിപ്പോൾ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നമ്പർ ഓഫ്, അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, അത് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയും 7 പേരുടെ ആവശ്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ കമ്പനിക്കായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ചൊരു കോംപ്ലക്സ് ആണ് അതിൻ്റെ പോസിബിലിറ്റീസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി സൊസൈറ്റിക്കും കുറച്ച്, അപ്പോൾ ഈ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റ് ആയിട്ട് പോകുന്നതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് അല്ലാണ്ട് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ട്രസ്റ്റ് രജിസ്ട്രേഷൻ എടുക്കണോ? അതിനും നമുക്കൊരു ആക്ച്വലി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ആംഗിളിൽ പോവുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സംഷൻ്റെ ആംഗിളിൽ പോകുമ്പോൾ നമുക്ക് ഐദർ ചാരിറ്റബിൾ ആയിരിക്കണം ഒന്ന്, അതായത് ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ചാരിറ്റബിൾ പർപ്പസിനായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് റിലീജിയസ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ റിലീജിയസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടും. അതല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ കം റിലീജിയസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 ഫോർമാറ്റിലാണ് നോർമലി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വേറെ ഫോർമാറ്റുകളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആംഗിളിൽ പോകുമ്പോൾ റിലീജിയസ് ആയിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം. പ്യുവർലി റിലീജിയസ് കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഫോം ചെയ്യാം. അതിന് എക്സംഷനും എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു ട്രസ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ട്രസ്റ്റ് ഡീഡ് എടുക്കണം എന്നുള്ളത്. എന്താണ് ഒരു ട്രസ്റ്റ് ഡീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇനി നമ്മൾ ആരാണ് ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു സബ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ പോയിട്ട് തന്നെ ട്രസ്റ്റ് എടുക്കണം, അതോ ആർക്ക് വേണമെങ്കിലും ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ട്രസ്റ്റ് ഡീഡ് നമുക്കൊരു ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ട്രസ്റ്റ് ഫോം ചെയ്തതിന് ശേഷം നമ്മളൊരു എക്സംഷന് പോവുകയാണെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സിൻ്റെ എക്സംഷന് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ക്ലോസുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരുപാട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൽ രജിസ്ട്രേഷൻ പോകുമ്പോഴേ ഈ ഒരുപാട് ക്ലോസുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ ക്ലോസുകളൊന്നും ചിലപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളൊരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളുടെ അടുത്ത്, അപ്പോൾ ആരായാലും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം ഒരു ധാരണയുള്ള ആളുടെ അടുത്തുണ്ടല്ലോ, അങ്ങനെ ഒരാളുടെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ്, കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. അതായത് നമ്മൾ ഓൾറെഡി ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം ഇൻകം ടാക്സിന് എക്സംഷൻ എടുക്കാൻ പോകുമ്പോൾ വീണ്ടും അമെൻഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ടൈം ഡിലേ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിൽ. ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ കുറേ അധികം ട്രസ്റ്റുകളുടെ ഓഡിറ്റ് ആയാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതൊരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ട്രസ്റ്റിന്റെ ഓഡിറ്റ് എന്നൊരു ആംഗിളിലേക്ക് പോകേണ്ടി വരിക? ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിവിജ്വലിന് ബേസിക് എക്സംഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 4 lakhs ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് എക്സംഷനിലും കൂടുതലാണ് ഇവരുടെ വരുമാനം എന്ന് വിചാരിക്കും. ഇപ്പോൾ 4 lakhs കൂടുതൽ റെസീപ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ എക്സംഷനൊക്കെ എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ 12AB അല്ലെന്നുണ്ടെങ്കിൽ 80G അങ്ങനെയൊക്കെയുള്ള രജിസ്ട്രേഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുള്ളൂ. അതായത് ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ലക്ഷം രൂപയുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല. അപ്പോൾ നോർമലി പക്ഷേ പ്രൊസീജിയറൽ ഇതായിട്ട് നമ്മൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. കാരണം ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ടൈം ഫ്രെയിം കിട്ടുമല്ലോ. ഇപ്പോൾ September 30th വരെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ October 31st വരെ, അതിനൊരു ടൈം ലിമിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും ഓഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി റിന്യൂവൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമാണോ ഒരു ട്രസ്റ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമാണോ? അത് ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമാണ് നമുക്ക് ഈ ട്രസ്റ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ളത്. കാരണം അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ഓഡിറ്റ്, ഒരു ടാക്സ് ഓഡിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഡിറ്റ് എന്നുള്ള ഒരു ആംഗിളിലാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഓഡിറ്റിന്റെ എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, രജിസ്ട്രേഷൻ എല്ലാം എടുത്തു, എന്നിട്ട് നമുക്ക് പുതിയതായിട്ടൊരു ട്രസ്റ്റീനെ ആഡ് ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്തതിലുള്ള ഒരു ട്രസ്റ്റീനെ റിമൂവ് ചെയ്യേണ്ടി വന്നത്, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്?
ആക്ച്വലി അതെന്ന് പറയുന്നത് അതൊരു ഒരു ഇന്റേണൽ കംപ്ലൈൻസിന്റെ ഭാഗം മാത്രമാണല്ലോ. അതായത് നമുക്കിപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നായിരിക്കും, നമ്മളൊരു ട്രസ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരാൾ ചിലപ്പോൾ റിസൈൻ ചെയ്തു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ അതിൽ പുതിയൊരാളെ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു ഇന്റേണൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ് എന്ന് കരുതി ട്രസ്റ്റ് ഡീഡ് നമ്മൾ അമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടുന്നു. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടി അവരുടെ ഒരു അജണ്ടയിൽ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പുതിയൊരു ട്രസ്റ്റിനെ എടുക്കലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ കോറായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ട്രസ്റ്റ് ഡീഡിനൊന്നും എഫക്ട് ചെയ്യില്ല. അപ്പോൾ അത് അങ്ങനത്തെ, അതായത് ഇപ്പോൾ ഒരു ഇന്റേണൽ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു അജണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രസ്റ്റ് ഡീഡ് അമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരാളെ എടുക്കാനോ ഒരാളെ ഒഴിവാക്കാനോ ആയിട്ട്. നമ്മളിപ്പോൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് അവർക്കൊരു ബിസിനസ് ഇൻകം ഉണ്ടാവുക, ആ ഒരു ആംഗിളിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ ലീഗൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? ആക്ച്വലി ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അതിന് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്ന് നമ്മൾ ഈ സെക്ഷൻ 215 ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ റിലീഫാണ്, അല്ലെങ്കിൽ റിലീഫ് ഓഫ് പൂർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ യോഗ, ഇതൊക്കെയാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റി. ഇതൊന്നും അല്ലാതെ വേറെ ഒരു ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർക്ക് എന്താണോ ജനറൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ളത് അതാണ് അവരുടെ ഒരു ബേസിക് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രസ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി ആണ് അവരുടെ ഇന്റൻഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ടോട്ടൽ റെസിപ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ റെസിപ്റ്റിൻ്റെ 20% കൂടുതൽ ഈ ബിസിനസ് ഇൻകത്തിൽ നിന്നാണെന്ന് വിചാരിക്കും, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സംഷൻ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതല്ല, ഇനി നേരത്തെ 4 ലിംസുകളുണ്ടല്ലോ, ഇപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ റിലീഫ്, യോഗ, റിലീഫ് ഓഫ് പൂർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ 20% എന്നുള്ളത്, അതായത് മറ്റേത് 20% കൂടെ പോയി കഴിഞ്ഞാൽ എക്സംഷനെ തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അതത്ര വിഷയമുള്ള കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസിഡന്റൽ ടു ദ ട്രസ്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ്, അതായത് നമുക്കൊരു ഫാർമസി ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ നമ്മൾ പ്രൈമറിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ബിസിനസ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഫാർമസി മാത്രമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഒരു ഫാർമസി ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ അത് ഇൻസിഡന്റൽ ടു ദ ബിസിനസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ പുസ്തകമൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ അത് ഇൻസിഡന്റൽ ടു ദ മെയിൻ ഒബ്ജക്റ്റ് ആണ്, എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇൻസിഡന്റൽ ടു ദ മെയിൻ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. നേരത്തെ പോലെ തന്നെ അത് ചിലപ്പോൾ ഒരു എക്സംഷൻ പോകാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ടാക്സ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റിന് പലതരത്തിൽ ഇൻകം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡൊണേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം വരുമ്പോൾ അത് മുഴുവൻ നമ്മൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ? അതായത് പഞ്ച് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മൾ ട്രസ്റ്റായിട്ട് ഫോം ചെയ്തു, ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു, ഇനി എത്ര കോടി രൂപ കിട്ടിയാലും ഇതൊക്കെ എന്താണ് എക്സെപ്റ്റഡ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ആക്ച്വലി അങ്ങനെയല്ല, നമുക്കൊരു പർപ്പസ് ഉണ്ടല്ലോ. നമ്മൾ ഈ ട്രസ്റ്റ് ഫോം ചെയ്തേക്കുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫണ്ട് യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നത് എക്സെപ്ഷൻ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 85% ഓഫ് ഫണ്ട് ഉണ്ടല്ലോ, നമുക്ക് ഒരു വർഷം കിട്ടിയേക്കുന്ന ഫണ്ടിന്റെ ഏകദേശം ഒരു 85% നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതുപോലെ ഈ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട്, റിലീജിയസ് ആണെങ്കിൽ റിലീജിയസ്, ചാരിറ്റബിൾ ആണെങ്കിൽ ചാരിറ്റബിൾ, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ എക്സെപ്ഷൻ എന്നൊക്കെ പറയുന്ന പരിപാടി കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ആ വർഷം വന്ന ഇൻകത്തില് 85% കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു ടാക്സിന്റെ ലയബിലിറ്റി അവർക്ക് വരുമോ? അതായത് ആ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടി എന്ന് വിചാരിക്കും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഇത് ഒരു 5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ആണെന്ന് വിചാരിക്കും, ഇത് മാർച്ച് 31 അല്ലെങ്കിൽ മാർച്ച് 30 അപ്പോൾ ഈ ഒരു 1-2 ദിവസം കൊണ്ടൊന്നും ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വരും അവിടെ ട്രസ്റ്റിന്. അതായത് 10 ലക്ഷം കിട്ടി, പക്ഷേ അതിൽ ഒരു 5 ലക്ഷം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇനി നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3.5 ലക്ഷം കൂടി യൂട്ടിലൈസ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ, 85% നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐദർ നമുക്ക് അത്
ഒരു അക്യൂമുലേഷൻ നടത്താനായിട്ട് പറ്റും. അതായത് സെക്ഷൻ 11 to 11(5) അത് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിന്റെ. അതായത് നമ്മൾ പറയുന്ന മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഷോർട്ട് ഫോൾ ഉണ്ടെന്ന് അർത്ഥം. നമുക്ക് 85% എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ സിറ്റുവേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 11(5) പറയുന്ന ഒരു മോഡിൽ, അതായത് നമ്മളൊരു ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മളത് ഒരു FD ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ചാരിറ്റബിൾ ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോളേജാണ്, അപ്പോൾ അവർക്കൊരു ബിൽഡിംഗ് പണിയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ബിൽഡിംഗ് പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറയുകയാണ് ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ FD ഇടുന്നു. അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫോൾ വന്നേക്കുന്ന പൈസ നമ്മൾ FD ആയിട്ട് ഇടുന്നു. 3.5 ലക്ഷം രൂപ നമ്മൾ FD ആയിട്ട് ഇടുന്നു. എന്നിട്ട് അത് എന്നാണോ ആവശ്യം വരുന്നത് അന്ന് നമ്മൾ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ 10 lakhs അല്ലെങ്കിൽ ഈ 85% ആ വർഷം തന്നെ യൂട്ടിലൈസ് ചെയ്യണം നിർബന്ധമില്ല. ഷോർട്ട് ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആ മെത്തേഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിലും നമുക്ക് എക്സെപ്ഷൻ കിട്ടും. ഇപ്പോൾ ഒരു ട്രസ്റ്റിന് കുറേ അധികം ഡൊണേഷൻസ് അല്ലെങ്കിൽ കുറേ അധികം ഇൻകം വരികയാണെങ്കിൽ അവർക്കത് വേറെ സിമിലർ ഒബ്ജക്റ്റീവ് ഉള്ള വേറൊരു ട്രസ്റ്റിലേക്ക് ആ എമൗണ്ട് ഡൊണേഷനായിട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡ്യൂറിങ് ദ ഇയർ ആണെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റാണ്, അപ്പോൾ അവർക്ക് ഒരുപാട് ഫണ്ട് കിട്ടി. ഇപ്പോൾ 1 crore rupees ഫണ്ട് കിട്ടി. അപ്പോൾ സിമിലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റുകൾ ഉണ്ടല്ലോ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൊണേഷനൊക്കെ ആയിട്ട് കൊടുക്കാം. അതായത് നോർമലി അത് ഒരു എത്തിക്കലി നോക്കുമ്പോൾ അത് കുറച്ച് ചെറിയൊരു മാറ്റർ ഉണ്ട്. കാരണം പിന്നെ ഇവർ ട്രസ്റ്റ് തുടങ്ങി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പോലും ഫോർ ഒരു ഓപ്പറേഷണൽ പർപ്പസിന് ഇപ്പോൾ അവിടെ റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അത് നമുക്ക് എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാനായിട്ടും പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അതായത് നേരത്തെ നമ്മൾ ഒരു അക്യൂമുലേഷനിൽ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 85% ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തേക്കണ ഫണ്ടുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 11(2) അല്ലെങ്കിൽ 11(5) ഡെപ്പോസിറ്റ് ചെയ്തേക്കണ ഫണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എക്സെപ്ഷൻ കിട്ടില്ല. അതായത് നമുക്ക് സാധാരണ, അതായത് ഡ്യൂറിങ് ദ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും? അങ്ങനെ വരുന്ന ലീഗൽ കോൺസിക്വൻസസ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് ടാക്സിബിൾ ആവുന്നുള്ളതാണ് ലീഗൽ കോൺസിക്വൻസസ്. എൻ്റയർലി ഈ കൊടുത്തേക്കണം. അതായത് നമ്മൾ എപ്പോഴും ട്രസ്റ്റിന്റെ ആംഗിളിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണോ നമുക്കൊരു വയലേഷൻ ആയിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡീവിയേഷൻ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം കിട്ടി, നമ്മൾ 5 ലക്ഷം രൂപയെ ചിലവാക്കിയുള്ളൂ. ബാക്കി 5 ലക്ഷം 3.5 ലക്ഷം ഷോർട്ട് ഫോൾ ആണല്ലോ. അപ്പോൾ ഈ ഷോർട്ട് ഫോൾ വന്ന പൈസ നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസ് പൈസ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ടാക്സബിൾ ആകുമ്പോൾ എന്താ ചെയ്യാം, അതായത് അതിന് ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ എക്സെപ്ഷൻ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സിവിയർ ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സെപ്ഷൻ പോകും. നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്? ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ബെനിഫിഷ്യറി ഉണ്ടല്ലോ, അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വേണമെന്നുണ്ടെങ്കിൽ ആവാം. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ മുമ്പത്തെ എക്സാമ്പിളിൽ ഇപ്പോൾ കണക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി ആരാന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ആരാണോ ഓരോ വർഷം വരുന്നത് അവരായിരിക്കും അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അതിന്റെ ബെനിഫിഷ്യറീസ് ചിലപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിനെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ റിലീഫ് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ പറയാം. എന്ന് വിചാരിച്ചിട്ട് ആരാണ് എന്ന് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രസ്റ്റുകളാണ് ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മിക്കവാറും ജനറൽ പബ്ലിക് ആയിരിക്കും. ഡിഫൈൻ ചെയ്യാൻ ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ മെൻ്റലി ഡിസബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ഇപ്പോൾ ഫിസിക്കലി ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരൻസിന്, ഈ കുട്ടിയുടെ പേരൻസിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫണ്ട്, ഈ കുട്ടിയുടെ പാരൻസ് ഒരു 50 ലക്ഷം രൂപ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയുടെ ഇപ്പോൾ അവരുടെ പാരൻസിൻ്റെ കാലശേഷം ഈ കുട്ടി ഇങ്ങനെ നോക്കണ, അതായത് ഈ ഫണ്ടിൻ്റെ ഈ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്ന് പറയാണ്.
അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി വളരെ ഡിഫൈൻഡ് ആണല്ലോ. ഈ കുട്ടിയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസ് എന്ന് പറയുന്നത് സെറ്റിലറാണ്. അപ്പോൾ ഇവരാരെങ്കിലും ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അതായത് ഒരു ട്രസ്റ്റീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവരാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിഫൈൻഡ് ആണ്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിൽ അതെന്താണ്, അതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ട്രസ്റ്റ് ആകുമ്പോഴുണ്ടല്ലോ, അതായത് ഇതിൻ്റെ ടാക്സബിൾ ഇൻകം ഉണ്ട്. കാരണം എക്സംഷന് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ കാരണം ഇതിൽ ജനറൽ പബ്ലിക്കിനല്ലല്ലോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എക്സംഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ വരുമാനം ടാക്സബിൾ ഇൻകത്തിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ടാക്സ് വരും. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവും. ദെൻ ടാക്സബിൾ ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഈ പ്രൈവറ്റ് ട്രസ്റ്റും പബ്ലിക് ട്രസ്റ്റും തമ്മിലൊരു വ്യത്യാസം വരുന്നത്. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ എടുത്തു എന്നുള്ളത് കൊണ്ട് ഇൻകം ടാക്സ് എക്സംഷൻ ആ ഒരു ആംഗിൾ അല്ലാണ്ട് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഒരു ട്രസ്റ്റിന് ഉണ്ടാവുക? അതായത് ഇൻകം ടാക്സ് എക്സംഷൻ ഡെഫിനറ്റ്ലി കിട്ടും. നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് നമ്മൾ ഡീഡ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സിൽ എക്സംഷൻ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിലും രജിസ്റ്റർ ചെയ്യണം. അതായത് ഇപ്പോൾ 12AB അല്ലാന്നുണ്ടെങ്കിൽ 8TG രജിസ്ട്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതർ ദാൻ ഇതുള്ളതെന്ന് പറയുന്നത് പല ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കമ്പനികളും CSR ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ CSR ഫണ്ടിങ് ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രജിസ്ട്രേഷൻ ഉള്ള ട്രസ്റ്റുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു കൊടുക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 100% ഫണ്ടിങ്ങുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്രാൻഡ് കിട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതൊരു ഇൻകം ടാക്സ് എക്സംഷൻ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് മാൻഡേറ്ററി ആണ്. അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ, ഇപ്പോൾ 12AB ഉണ്ടോ അല്ലെങ്കിൽ 8TG ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് എക്സംഷൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു. എന്തൊക്കെ ടൈപ്പ് രജിസ്ട്രേഷനാണ് വരുന്നത്? ഇപ്പോൾ ഒരു സിംഗിൾ രജിസ്ട്രേഷൻ ആണോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വരുന്നത്? നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴേ ട്രസ്റ്റിന് എക്സംഷൻ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ 2 ടൈപ്പ് രജിസ്ട്രേഷനുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൻ 12AB പ്രകാരം, സെക്ഷൻ 12 പ്രകാരമുള്ള രജിസ്ട്രേഷൻ. അതെന്ന് പറയുന്നത് ഈ ട്രസ്റ്റിന് എക്സംഷൻ കിട്ടാനുള്ള രജിസ്ട്രേഷനാണ് സെക്ഷൻ 12 പ്രകാരമുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 80G പ്രകാരം ഉള്ള രജിസ്ട്രേഷനാണ്. 80G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ട്രസ്റ്റിന് വേറെ ആരെങ്കിലും ഒക്കെ ഫണ്ട് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇയാൾ ഒരു 50 ലക്ഷം രൂപ ട്രസ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ട്രസ്റ്റിന് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു എക്സംഷൻ കിട്ടണമെന്നായിരിക്കും. ഇദ്ദേഹത്തിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു എക്സംഷൻ കിട്ടണമെങ്കിൽ ഈ ട്രസ്റ്റിന് 80G രജിസ്ട്രേഷൻ വേണം. എന്നാലാണ് ഈ പൈസ കൊടുത്ത ആൾക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. മറ്റേന്ന് പറയുന്നത് 12AB രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിന്റെ വരുമാനം ഉണ്ടല്ലോ, അതായത് ട്രസ്റ്റിന്റെ വരുമാനത്തിനുള്ള എക്സംഷനാണ് ഈ 12AB രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 80Gക്കൊന്നും അങ്ങനെ വലിയ റെലവൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമൊക്കെ വന്നതിന് ശേഷം ആരും അങ്ങനെ ഈ ഡിഡക്ഷൻ്റെ റൂട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ 80G, എന്നാലും 80G ഇപ്പോഴും സെക്ഷനൊക്കെ ഉണ്ട്. സെക്ഷൻ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നാലും മെയിൻലി ട്രസ്റ്റിന് എക്സംഷൻ കിട്ടാനുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 12AB രജിസ്ട്രേഷനാണ്. നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് അതിന് വരുന്നത്? നമ്മളൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളുടെ ലോക്കൽ സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടല്ലോ, അവിടെയാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ട്രസ്റ്റിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് എവിടെയാണ്, ഇപ്പോൾ ട്രസ്റ്റ് ഇരിഞ്ഞാലക്കുടിയാണെന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുടിയുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ, കേരളത്തിലുള്ള എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാം. എന്നാലും ഫോർ ദ കൺവീനിയൻസ് നമുക്ക് അങ്ങനെ പറയാം. ഇപ്പോൾ ലോക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓഫീസിലായാലും ഭയങ്കര കോമൺ ആയിട്ട് ക്ലയൻസ് എല്ലാവരും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ട്രസ്റ്റ് തുടങ്ങാനായിട്ട് എത്ര പേരുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എന്തോരം ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് തുടങ്ങാനായിട്ട് പറ്റുക, അങ്ങനെയുള്ളത്. നമുക്ക് ട്രസ്റ്റ് തുടങ്ങാനായിട്ട് ആക്ച്വലി മിനിമം 2 പേര് മതി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരു സെറ്റിലർ വേണമല്ലോ, കാശ് ഇടാനായിട്ട് ഒരാൾ വേണമല്ലോ. അപ്പോൾ അദ്ദേഹം സെറ്റിലർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രസ്റ്റി, അതായത് നോക്കി നടത്താനായിട്ട് ഒരാൾ വേണം എന്നുള്ളതിൽ. അപ്പോൾ മിക്കവാറും ഈ സെറ്റിലർക്ക് തന്നെ എന്തായിട്ട് മാറാം, ട്രസ്റ്റി ആയിട്ട് മാറാം.
അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേര് ചുരുങ്ങി ഇതൊരു 2 പേരുണ്ടെന്നുണ്ടെങ്കിലാണ് ട്രസ്റ്റ് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എത്ര ഫണ്ട് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര പൈസ ചിലവുള്ളൂ. അതായത് ഇവരിടുന്ന ആ ഫണ്ടിന്റെ റിക്വയർമെന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ സെറ്റിലർ പറയുകയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് 5000 രൂപ മാറ്റി വെച്ചു എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 5000 രൂപയാണ് തുടങ്ങാൻ ആവശ്യമുള്ള ഫണ്ട്. പിന്നെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലുള്ള രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പിന്റെ പൈസ, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംഭവമൊന്നുമല്ല ഒരു ട്രസ്റ്റ് തുടങ്ങുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഒരു സമയത്തിനുള്ളിലായിരിക്കും നമുക്കത് രജിസ്റ്റർ ആയിട്ട് കിട്ടുക? നോർമലി രജിസ്ട്രേഷൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ സെയിം ഡേ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്താലും സെയിം ഡേയിൽ നമുക്ക് ആ ഡീഡൊന്നും കിട്ടാറില്ലല്ലോ. ചിലപ്പോൾ ഒരു മോർ ദാൻ 1 വീക്ക് ഒക്കെ എടുക്കും നമുക്ക് ഫിസിക്കലി നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ പാനിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ പാനിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സബ് രജിസ്ട്രാർ ഓഫീസിലുള്ള നമ്മുടെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകം ടാക്സ് ആ ഒരു ആംഗിളിലേക്കുള്ള രജിസ്ട്രേഷൻ എപ്പോഴാണ് ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ട്രസ്റ്റ് ഡീഡ് ലഭിക്കണം കയ്യിൽ, ഫിസിക്കലി വേണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാൻ എടുക്കണം. അപ്പോൾ പാൻ കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് പാൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇൻകം ടാക്സിൽ നമുക്കൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻകം ടാക്സിൽ ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് എത്ര നാളത്തേക്കാണ് നമുക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുക? പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടണമെന്ന് പറയുന്നത് നമ്മൾ വൺസ് ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഒരു 2 years ആണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്, നമുക്ക് അപ്രൂവ് ആയി വരുന്നത്. അപ്പോൾ അതിൽ വേറൊരു കണ്ടീഷൻ പറയുന്നത് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ പ്രൊവിഷണലാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളൊരു പെർമനന്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പെർമനന്റ് രജിസ്ട്രേഷൻ എപ്പോൾ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിയല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ആക്ടിവിറ്റി തുടങ്ങിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി തുടങ്ങി 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെർമനന്റിന് അപ്ലൈ ചെയ്യണം. അതല്ല നമ്മൾ ആക്ടിവിറ്റി ഒന്നും തുടങ്ങണില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ കാലാവധി 2 വർഷമാണല്ലോ. അപ്പോൾ ഈ 2 years തീരുന്നതിൻ്റെ 6 മാസം മുമ്പ് നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് ആ രജിസ്ട്രേഷന്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. പെർമനന്റ് രജിസ്ട്രേഷൻ ഇപ്പം എത്ര നാളത്തേക്കായിട്ടാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക? പെർമനന്റ് രജിസ്ട്രേഷൻ സാധാരണ കേസിൽ 5 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ മുൻപ് 5 വർഷം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ബഡ്ജറ്റിലൊരു എക്സ്റ്റെൻഡ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ റവന്യൂ ഉണ്ടല്ലോ, ഒരു ട്രസ്റ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 5 കോടിയെക്കാട്ടും താഴെയാണെന്ന് വിചാരിക്കും അവരുടെ റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസീപ്റ്റ് 5 കോടിയെക്കാട്ടും താഴെയാണെന്നുണ്ടെങ്കിൽ 10 years വരെ എന്ത് കിട്ടും? നമുക്ക് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി കിട്ടും. അപ്പോൾ അതല്ല 5 crores മുകളിലുള്ള റെസീപ്റ്റ്സ് ഉള്ള ട്രസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ 5 വർഷമാണ് പെർമനന്റ് രജിസ്ട്രേഷൻ്റെ കാലാവധി വരുന്നത്. ആ ഒരു കാലാവധിക്ക് ശേഷവും അവർക്കിപ്പോൾ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അത് റിന്യൂവൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വരുന്നുണ്ടോ? അതായത് ഏതാണ്ട് ഈ സെയിം പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരുപാട് ഡോക്യുമെന്റ്സുകൾ കൊടുക്കേണ്ടി വരും, നമ്മുടെ ആക്ടിവിറ്റി റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും, നമ്മളുടെ ഇങ്ങനെ ക്ലോസുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ റിന്യൂവലിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 5 വർഷം ആണ് അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിന്യൂവലിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഈ മുമ്പ് ഒരുപാട് ഇപ്പോൾ ഈ റിന്യൂവലിൻ്റെ ക്ലോസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ആ ഒരു സമയമായിട്ടുള്ളൂ. അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മൾ രജിസ്ട്രേഷൻ എടുത്താൽ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു സംഭവം പോലെ ആയിരുന്നു. ഇത് കാലാകാലത്തേക്ക് ഇതൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ 2020 ശേഷമൊക്കെയാണ് ഈ ട്രസ്റ്റിന് ഇതുപോലെ ഇങ്ങനെ റിന്യൂവൽ വേണം. അപ്പോൾ ഇനീഷ്യലി 5 വർഷമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അത് ലാസ്റ്റ് ബഡ്ജറ്റിലൊക്കെ അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, 10 വർഷമൊക്കെ ആക്കിയിട്ട് നമുക്ക് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കാലാവധി. ഈ ഒരു നിയമം വരുന്നതിന് മുമ്പ് അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ട്രസ്റ്റുകൾ അപ്പോൾ എങ്ങനെയാണ് റിന്യൂവലിന്റെ പ്രൊസീജിയർ? ഇല്ല, അവരൊരു 2022 ആ സമയത്തൊക്കെ ഉണ്ടല്ലോ. അതായത് അൺലെസ് അവർ റിന്യൂ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇൻവാലിഡ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ 2021 ആ സമയത്തൊക്കെ ഒരുപാട് ട്രസ്റ്റുകൾ ഈ റിന്യൂവലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കാലാവധി ഇപ്പോൾ 25, 26 ഈ അസസ്മെന്റ് ഇയറിലൊക്കെ ഒരുപാട് ആളുകളുടെ കാലാവധി കഴിഞ്ഞ് വീണ്ടും റിന്യൂ ചെയ്തു. ഇപ്പോൾ അടുത്ത 5 years അല്ലെങ്കിൽ 10 yearsലേക്ക് ഒരുപാട് ആളുകൾ റിന്യൂ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇൻകം ടാക്സിൽ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് എൻറ്റയർലി ഒരു ഓൺലൈൻ പ്രൊസീജിയർ ആണോ, അതോ നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോകേണ്ടി വരുമോ?
ഇപ്പം ട്രസ്റ്റിന്റെ കേസിൽ എന്ന് പറയുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രൊസീഡിങ്സ് ആണ്. ഇപ്പം ഇൻകം ടാക്സിലെ ഈ ഫേസ്ലെസ് അസസ്മെന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ കംപ്ലീറ്റ് ഓൺലൈൻ പ്രൊസീഡിങ്സ് ആണ് വരുന്നത്. നമ്മളുടെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫോമുകളും ഓൺലൈനാണ്. പക്ഷേ നമുക്കൊരു പെർമനന്റ് രജിസ്ട്രേഷന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഫിസിക്കൽ ഒരു മീറ്റിംഗിൽ കൂടെ, അതായത് നമുക്കൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്, അതായത് ഇൻകം ടാക്സ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എക്സംഷൻ അവരുടെ ഓഫീസ് അത് വെരിഫൈ ചെയ്ത് നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊരു ജെന്യുവിൻ ആണെന്നുണ്ടല്ലോ, ജെന്യുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ തരുള്ളൂ. പ്രൊവിഷണലൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് ഫിസിക്കലായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ സെറ്റിലർ അങ്ങനെ അവരെല്ലാവരും പോകേണ്ടതായിട്ട് വരും അങ്ങോട്ട്? അങ്ങനെ പോകേണ്ടതായിട്ടില്ല. അതായത് ഇപ്പോൾ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇപ്പോൾ അവരുടെ ട്രസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത ഓഡിറ്റർ ആരാണ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോകാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ പോകാം. അത് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇപ്പോൾ 10 പേരുണ്ടെന്നായിരിക്കും ട്രസ്റ്റിൽ, ഈ 10 പേരും കൂടിയിട്ട് പോകണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പോയാലും മതി, അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. രജിസ്റ്റർ ആയതിനു ശേഷം നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പിന്നെ എങ്ങനെയായിരിക്കും ഇപ്പോൾ കിട്ടുക? നമുക്കിതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ പോലും ഇതെല്ലാ രജിസ്ട്രേഷനും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ ഡോക്യുമെന്റ്സുകളും. നമ്മളിപ്പോൾ പെർമനന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ് ഡീഡിൽ അത്യാവശ്യമായിട്ട് വരുന്ന ക്ലോസസ് ഇല്ലാത്ത കാരണം ഒരു റിജക്ഷൻ എന്നുള്ളൊരു രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ക്ലോസസ് ആണ് മാൻഡേറ്ററി ആയിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഡീഡിൽ വെക്കേണ്ടത്? നമ്മൾ ട്രസ്റ്റ് ഡീഡിൽ ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മാൻഡേറ്ററി ക്ലോസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 20 ക്ലോസസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ റിലീജിയസ് ആണ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ആണെന്നുള്ള ഒരു ആംഗിളിൽ അതിൻ്റെ ക്ലോസസിൻ്റെ നമ്പർ ഓഫ് ക്ലോസസ് മാറി മാറി വരും. അപ്പോൾ നമ്മളൊരു ചാരിറ്റബിൾ ആംഗിളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലോസസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രസ്റ്റ് എപ്പോഴും ഒരു ഇറവോക്കബിൾ ആവണം എന്നുണ്ട്. ഇറവോക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 പേര് കൂടിയിട്ട് ട്രസ്റ്റ് തുടങ്ങി, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ വിചാരിക്കണേ ഇതൊന്നും ശരിയാവില്ല, എന്നാൽ ഈ പൈസയൊക്കെ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാനായിട്ടൊന്നും പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് വൺസ് ഫോം ചെയ്താൽ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നർത്ഥം. അതായത് അത് പിന്നെ ഇറവോക്കബിൾ ആണ്. അപ്പോൾ ഈ ഇറവോക്കബിൾ ആണ് എന്നുള്ളൊരു ക്ലോസ് ട്രസ്റ്റ് ഡീഡിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. അതിപ്പോൾ റിലീജിയസ് ആയാലും ഉണ്ടായിരിക്കണം, ചാരിറ്റബിൾ ആയാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലോസസ് ഉണ്ടല്ലോ, ഇത് മാൻഡേറ്ററി ആയിട്ട് ട്രസ്റ്റ് ഡീഡുകളിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇറിവോക്കബിൾ എന്നൊരു ക്ലോസ് നമ്മൾ എന്തായാലും ട്രസ്റ്റ് ഡീഡിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രസ്റ്റിലൊരു ട്രസ്റ്റ് നിർത്തണം അങ്ങനെ ഒരു രീതിക്ക് എത്തുമ്പോൾ അപ്പോൾ അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വരിക? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇറവോക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രസ്റ്റിനെ റിവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇട്ട പൈസ തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ട്രസ്റ്റ് അവസാനിപ്പിക്കണം എന്ന് വരും. അതായത് ഇവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ട്രസ്റ്റിൽ ഒരു ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമിലർ ഒബ്ജക്റ്റുകളുള്ള അങ്ങനെയുള്ള ട്രസ്റ്റുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഈ പൈസ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ അവിടെയും ഒരു കണ്ടീഷൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12AB രജിസ്ട്രേഷനുള്ള ട്രസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറവോക്കബിൾ എന്ന് വിചാരിച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവസാനിപ്പിക്കാൻ വേറെ ട്രസ്റ്റുകളിലേക്ക് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരും, ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. വൺസ് നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു, ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കി, അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതല്ല ഓൾറെഡി നമ്മൾ ഒരുപാട് ക്ലോസസ് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്കൊരു ചേഞ്ചസ് എന്തെങ്കിലും ഒരു അമെൻമെന്റ്സ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിയമങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഇവൻ ഒരു നിയമത്തിനനുസൃതമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ക്ലോസ് അതിൽ ആഡ് ചെയ്യണം എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്. പക്ഷേ വൺസ് നമ്മൾ രജിസ്റ്റേർഡ് ആണെന്ന് കരുതും, ഇപ്പോൾ 12AB പ്രകാരം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് അമെൻഡ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ട്രസ്റ്റീസ് അവരുടെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് അമെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു AGM ഒക്കെ വിളിക്കേണ്ടി വരും, ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞിട്ട് അവർ പറയുന്നു ഓക്കെ ഇങ്ങനെ ഒരു അമെൻമെന്റ് ഉണ്ട്, ഈ ക്ലോസ് ഇങ്ങനെ അമെൻഡ് ചെയ്യുന്നു. അപ്പോൾ അമെൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഒരു പ്രയർ പെർമിഷൻ ഫ്രം ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എക്സംഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം അമെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഒരു പെർമിഷൻ തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിത്തൗട്ട് എ പ്രയർ പെർമിഷൻ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഇൻവാലിഡ് ആയിട്ട് പോകും.
അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമെൻഡ് ചെയ്യാനായിട്ട്. അത്ര ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലോസുകളും നമ്മൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. ഇപ്പൊ നമ്മളൊരു ട്രസ്റ്റിന്റെ ട്രാൻസാക്ഷൻസ് വരുന്നത് നമ്മൾ മിക്കതും ബാങ്ക് അക്കൗണ്ട് ത്രൂ ആയിരിക്കും. നമ്മുടെ മാനേജിങ് ട്രസ്റ്റി, സെറ്റിലർ അങ്ങനെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ? അതോ ട്രസ്റ്റിന്റെ പേരിൽ ഇൻഡിവിജ്വലി അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ പറ്റുള്ളൂ? നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും. അതിന് ബേസ് ചെയ്തിട്ട് നമുക്കൊരു പാൻ എടുക്കണം. അപ്പോൾ ഈ ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സാധാരണ ബാങ്കുകാർ ചോദിക്കാറുള്ളത് ഒരു ദർപ്പൺ രജിസ്ട്രേഷൻ അവർ ചോദിക്കാറുണ്ട്, ബാങ്കുകാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ദർപ്പൺ രജിസ്ട്രേഷൻ കൂടി എടുക്കും. ദർപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽസിന് നമ്മൾ ആധാർ എടുക്കുമല്ലോ. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഉദ്യം ആധാർ എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റ്, ട്രസ്റ്റ് ആണെങ്കിലാണ് അതിന് സിമിലർ ആയിട്ട് ദർപ്പൺ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ. അപ്പോൾ ഈ ദർപ്പൺ രജിസ്ട്രേഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രസ്റ്റിന്റെ പേരിൽ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് നല്ലത്. അതല്ലാതെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അതിന് പാൻ കാർഡ് ഉണ്ട്, നമുക്ക് ട്രസ്റ്റിന്റെ പേരിൽ ഒരു അക്കൗണ്ടും ഉണ്ട്, വേറെ ട്രസ്റ്റീസിന്റെ പേരിലൊക്കെ അതൊരു ട്രാൻസ്പാരൻസിയിൽ ഒരു പ്രശ്നം വരുള്ളൂ. അതായത് ട്രസ്റ്റ് ഒരു അത്ര ട്രാൻസ്പാരന്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ വരും. ട്രസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ട്രാൻസാക്ഷൻസും ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റിന് ദർപ്പൺ രജിസ്ട്രേഷൻ വേണമെന്നുള്ളത് കമ്പൽസറി ആണോ? അതായത് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ദർപ്പൺ മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കും. ഇപ്പോൾ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ചിലപ്പോൾ അതൊരു ഇന്നോപ്പറേറ്റീവ് ആവാനായി, അതായത് ചിലപ്പോൾ അത് ആ അക്കൗണ്ട് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് ഈ ദർപ്പൺ രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ട്രസ്റ്റ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് അധികം ബുക്സും ഡോക്യുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ബുക്സാണ് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക? ഇപ്പോൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാൻഡേറ്ററി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വർഷം മുമ്പ് വന്നിരിക്കുന്ന അമെൻമെന്റ് പ്രകാരം ഇപ്പോൾ ഒരു ബിസിനസ് എന്തൊക്കെ കംപ്ലൈൻസ് ആണോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപയെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ആയിട്ട് എക്സ്പെൻസ് വരാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും TDS പേയ്മെന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്ടിന് ഒരു പേയ്മെന്റ് കൊടുത്തു, അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ TDSന്റെ സെക്ഷനുകൾ ഉണ്ടല്ലോ, അപ്പോൾ TDS കംപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 10,000-നേക്കാട്ടും കൂടുതൽ പൈസ കൊടുക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ബിസിനസ്സിന് ഒരു ടാക്സ് ഓഡിറ്റിന്റെ ആംഗിൾ ഉണ്ട്. ഇപ്പോൾ 44AB പ്രകാരം ഒരു ടാക്സ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കംപ്ലൈൻസുകളും ഇപ്പോൾ റീസെൻ്റ്ലി ട്രസ്റ്റിനും അപ്ലിക്കബിൾ ആണ്. ഫോം നമ്പർ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ സമയത്ത് ഫോം നമ്പർ 10BB എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അത് കൂടാതെ വേറെയും ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ട്രസ്റ്റീസിനുണ്ടല്ലോ, നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പോലെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു, ട്രസ്റ്റീസ് തന്നെ അതിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചെക്കിങ്ങുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കംപ്ലൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരുപാട് വരുന്നുണ്ടെന്ന് അർത്ഥം ട്രസ്റ്റുകളിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതല്ലാതെ വേറെ ഏതൊക്കെയാണ് മാൻഡേറ്ററി ക്ലോസസ് ട്രസ്റ്റ് ഡീഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? മാൻഡേറ്ററി ക്ലോസസ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡെഫിനറ്റ് ആയിട്ട് പറയണം അതിൻ്റെ ബെനിഫിഷ്യറീസ് ഓപ്പൺ ടു ഓൾ എന്നുള്ള ഒരു ആംഗിൾ, അതായത് പ്രത്യേകിച്ച് ഒരു കാസ്റ്റോ ക്രീഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു റിലീജിയസ് ആയിട്ടോ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു സെക്സ് ആയിട്ടോ ബന്ധപ്പെട്ട് ഇപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ബെനിഫിഷ്യറീസിൻ്റെ കാര്യത്തിൽ പാടില്ല. അപ്പോൾ ഒരു ഓപ്പൺ ടു ഓൾ എന്നുള്ളൊരു ആംഗിൾ ഉണ്ടല്ലോ, ബെനിഫിറ്റ്സ് ഈസ് ഓപ്പൺ ടു ഓൾ എന്നുള്ളൊരു ആംഗിളിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം ട്രസ്റ്റ് ഡീഡൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ളത്. പിന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇറോവോക്കബിൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഓഡിറ്റ് മാൻഡേറ്ററി ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നെ വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചില സെക്ഷനുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സെക്ഷൻ 11 അല്ലെന്നുണ്ടെങ്കിൽ 13 അങ്ങനെയൊക്കെയുള്ള ചില സെക്ഷനുകൾ, അതായത് അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ 11(2) അല്ലാന്നുണ്ടെങ്കിൽ 11(5) ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് വളരെ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജനറലി വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ നിലവിലുള്ള എല്ലാ ലീഗലി വരുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷം ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഡൊണേഷൻ ആയിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ സ്വീകരിക്കാം. അങ്ങനെ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ എത്ര രൂപ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡൊണേഷനൊക്കെ ആയിട്ട് സ്വീകരിക്കാം. ഇപ്പോൾ ലക്ഷമോ കോടിയോ എത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കാം. അപ്പോൾ അതിൽ ചില ഇതെന്ന് പറയുന്നത് എബൌട്ട് 2,000 ആണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിങ് ചാനലിലൂടെ വേണം എന്നുണ്ട് എന്നുള്ളതാണ് ഒരു മാറ്റർ ഉള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളതാണ്, നമുക്ക് വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് FCRA രജിസ്ട്രേഷനൊക്കെ വേണം. ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ 12A മാത്രമല്ല, വേറെ 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരു ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് FCRA ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഫോറിൻ ഫണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ജനറലി നമുക്ക് രജിസ്ട്രേഷൻ എടുത്താൽ വിത്തിൻ ഇന്ത്യയിലുള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ഫണ്ട് വേണമെന്നുണ്ടെങ്കിലും ഡൊണേഷൻ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ അറിയാത്ത ഇങ്ങനെ രജിസ്ട്രേഷൻ ഇന്ന ടൈമിനുള്ളിൽ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ പോയതുകൊണ്ട് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് വിട്ടുപോയി. നമ്മൾ ആക്ട് പ്രകാരമുള്ള ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്തൊക്കെ കോൺസിക്വൻസസ് ആയിരിക്കും? നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടോണേഷൻ ഓഫ് ഡിലേ വെച്ചുകൊണ്ടേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയും ചെയ്യണില്ല എന്ന് വിചാരിക്കും. നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വിട്ടുപോയി, അവരറിഞ്ഞു, നമുക്ക് കണ്ടോണേഷൻ ഓഫ് ഡിലേ വെച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, വിത്തൗട്ട് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതായത് വിത്തൗട്ട് രജിസ്ട്രേഷൻ ഒരു ട്രസ്റ്റ് റൺ ചെയ്യണ പോലെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സബിൾ ആയിരിക്കും, ഇത് കംപ്ലീറ്റ് എമൗണ്ട്. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കേസിൽ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് അല്ലല്ലോ റൺ ചെയ്യുന്നത്, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ട്രസ്റ്റിൻ്റെ എല്ലാ ഇൻകം അങ്ങനെയാണല്ലോ ടാക്സ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ 50 ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കും വരുമാനം. അപ്പോൾ ഇവരത് എക്സെപ്ഷൻ ഉണ്ട്, മീൻസ് അതായത് ഇവർ ചിലവാക്കിയെന്ന് വിചാരിക്കും. ചിലപ്പോൾ 50 ലക്ഷവും ചിലവാക്കി എന്ന് വിചാരിക്കും, പക്ഷേ രജിസ്ട്രേഷൻ ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 50 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അതിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ എടുത്തൊരു ട്രസ്റ്റും കണ്ടോണേഷൻ മോഡ് വഴി രജിസ്ട്രേഷൻ എടുത്തൊരു ട്രസ്റ്റും, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. സെയിം രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത്. രണ്ട് ട്രസ്റ്റും ലീഗലി വാലിഡ് ആണ്, അല്ലെങ്കിൽ വിത്ത് എക്സംഷൻ അടക്കം തന്നെയാണ്. വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല അതിൽ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ട്രസ്റ്റിനെ കുറിച്ച് നടത്തിയത്. അതായത് ഫ്രം ദ ബിഗിനിങ് ഒരു ട്രസ്റ്റ് എങ്ങനെ ഫോം ചെയ്യാം, അത് മാത്രമല്ല അതിനുശേഷം എടുക്കേണ്ട രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കാനായിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എക്സംഷന് വേണ്ടിയിട്ട് എങ്ങനെ എടുക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഓഡിറ്റ് എങ്ങനെയാണ്, അങ്ങനെ വളരെ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ട്രസ്റ്റ് തൊട്ട് ഓരോ പോയിന്റുകളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നമ്മൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.